കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ തന്റെ രണ്ടും കൂടെ കറക്കവും കഴിഞ്ഞ് മുറി വന്ന് കേറിയിട്ടുണ്ട്. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ എണ്ണ ഒഴിച്ച് അവളെ വീഴ്ത്തി. അവിടെ ഗർഭം തകർന്ന അതോടെ തീർന്നു അവളുടെ മുഴുവൻ അഹങ്കാരം. മോളെന്താന്നും മിണ്ടാത്തെ? എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ ഒതുക്കണമെന്ന്. ഇതല്ലാതെ വേറെ വഴി ഒന്നുമില്ല ഞാൻ നോക്കിയിട്ട്. അത് വേണോ ചേച്ചി? വേണം. മോൾ ഒന്നും ചെയ്യണ്ട, ചുമ്മാ വെറുതെ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. മോൾ വന്നേ, വാ ഇങ്ങോട്ട്. നോക്ക, അടുക്കളയിലേക്കാ പോന്നെ. അവള് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കണം. ആ മോളെ, നിങ്ങൾ എത്തിയായിരുന്നോ? പോയിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? ഞാൻ പറഞ്ഞ എണ്ണ വാങ്ങിച്ചായിരുന്നോ? അയ്യോ, അത് കിട്ടിയില്ല മുത്തശ്ശി. കിട്ടിയില്ലേ? സാരമില്ല, നമുക്കിവിടെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതേ നമ്മൾ ഉണ്ടാക്കുന്നതാ. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില് മുത്തശ്ശി ഉണ്ടാക്കി തരുമായിരുന്നു. ഉള്ളി, കരിഞ്ചീരകവും പച്ചമരുന്ന് കൂട്ടും കറ്റാർ വാഴപ്പോളയൊക്കെ കൂട്ടി ഇടിച്ചു പിഴിഞ്ഞ് വെളിച്ചെണ്ണയിൽ കലർത്തി കാച്ചിയെടുത്ത എണ്ണ ചൂടാറാതെ തലയിൽ പൊത്തിയാലേ പേനും താരനും പൊറ്റയൊക്കെ പമ്പ അടക്കും. കറ്റാർ വാഴ എന്ന് പറഞ്ഞാ? അയ്യോ, അതറിയില്ലേ? മോളുവാ, മുത്തശ്ശി കാണിച്ചു തരാം. ഇന്നത്തോടെ ഇവിടെ എണ്ണ തീച്ചു കൂടി ഞാൻ അവസാനിപ്പിക്കും. ദേ കണ്ട, അതാണ് കറ്റാർ വാഴ. ഇത്രയൊക്കെ വേണോ ചേച്ചി? വേണം. അവള് നടു ഒടിഞ്ഞ് വീണ് കിടക്കുന്ന എനിക്ക് കാണണം. മോൾ എതിരൊന്നും പറയരുത്. അവളിപ്പൊ പുറത്തു വരും. ഈ എണ്ണ തെറ്റി വീഴുകയും ചെയ്യും. അതോടെ അവിടെ ഗർഭം ഠിം. പിന്നെ അവൾ അഹങ്കരിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതോടെ അവളെ നമ്മൾ നൈസായിട്ട് അടിച്ചു പുറത്താക്കും. അങ്ങനെ നമ്മുടെ ആദ്യക്കൂട്ടം രക്ഷപ്പെടും. മോള് ബാ, പോ 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 പോ. മോളെ, നശിപ്പിച്ച്. ഒരു കാര്യം ഞാൻ മറന്നു. കറ്റാർ വാഴയൊക്കെ ഇട്ട് കാച്ചി എണ്ണയെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് തലേ പൊത്തി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാ മതി. ഈ മുടിയൊക്കെ ഉണ്ടല്ലോ, നല്ല വെൽവെറ്റ് പോലെ തിളങ്ങും. വാ. ഇപ്പൊ സമാധാനായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന്. എത്രയും പെട്ടെന്ന് പോയി തുടച്ചോളാം. അല്ലെങ്കിൽ അവളായിരിക്കില്ല മുത്തശ്ശി അവൻ തെന്നി വീഴുക. ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോരെ? ചിലപ്പം അവൾ ആദ്യം വന്നാലോ? ഭാഗ്യ പരീക്ഷ നടത്താൻ ഇത് മെഗാ സീരിയലൊന്നും അല്ല. ഞാൻ പറയുന്ന ചേച്ചിയും കേട്ടാ മതി. ചെല്. ഓ, ഉത്തരവ്. നല്ല മണം. മണത്ത് വയ്ക്കേ അല്ലേ? വാ വാ മോളെ, മോൾക്ക് ഞാൻ പുരട്ടിത്തരാം. വാ. അല്ലെങ്കിൽ വേണ്ട, ഗോമതിയെ വിളിക്കാം. അവളിതിന് എക്സ്പേർട്ടാ. ഗോമതിയേ, വല്ലാത്ത സൂക്കേട് തന്നെ. ഗോമതിയേ. വേണ്ട മുത്തശ്ശി, അവള് ചെയ്തു തരൂന്നേ. ഗോമതി വരുന്നു. ഗോമതി. എന്താമേ? നീ ഇവിടെ ഇരുന്നേ പൂജമോളുടെ തലയിൽ എണ്ണയൊന്നും തേച്ചു കൊടുത്തേ. എന്നെ കൂടെ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ എന്നെ കൂടെ പറ്റത്തില്ലെന്ന്. അതെന്താ? ഞാൻ അപ്പുറത്ത് നല്ല പണിയിലായിരുന്നു. എന്റെ കൈ മുഴുവൻ അഴുക്കാം. അത് കഴുകിയാ പോവില്ലേ? പോയി കൈ കഴുകിയിട്ട് വാ. വേണ്ട മുത്തശ്ശി, ഞാൻ പൊട്ടിക്കോളാം. കൊച്ചിനോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. പോയി കൈ കഴുകിയിട്ട് വാടി. കണ്ടില്ലേ അവളുടെ അഹങ്കാരം?
ഇത് ചാർജ് ആയില്ലേ? അയ്യോ എന്റെ അമ്മേ, അമ്മി മോളെ ഓടി വാ. അയ്യോ എനിക്ക് വയ്യേ. അയ്യോ ഏ, അയ്യോ എന്താ? അയ്യോ എന്റെ മുത്തശ്ശി ഇറങ്ങല്ലേ, സ്റ്റെപ്പിൽ എണ്ണയാ. അയ്യോ അയ്യോ ചേച്ചി, അയ്യോ ഇവിടെ എങ്ങനെയാണ് ഈ എണ്ണ വന്നത്? അയ്യോ അത് പിന്നെ എന്റെ കൈ തട്ടി വീണതാ. ഫസ്റ്റ് എന്നിട്ട് എന്താണ് ഇത് തുടച്ചു കളയാഞ്ഞേ? നിങ്ങൾ ഇങ്ങനെ കഥാപ്രസംഗം പറയാതെ എന്നെ എടുത്ത് എവിടോട്ടെങ്കിലും ഒന്ന് കിടത്ത്. പിടിച്ചെഴുന്നേപ്പിക്കടി. അയ്യോ എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നേ, എനിക്ക് വയ്യ. അയ്യോ അയ്യോ എന്റെ അമ്മ പിടിക്കും മോളെ. അയ്യോ എന്റെ നടു പോകുന്നില്ലേ, എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നേ എനിക്ക്. അയ്യോ